അല്ല, ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ ഏറെക്കുറെ ഇപ്പോൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കുട്ടികളും ഒരു 10, 25, 30 വയസ്സ് ഇപ്പോൾ അങ്ങോട്ടില്ല, എന്നാലും ഒരു 25, 15, 25 ഒക്കെ ഇടയ്ക്കുള്ള പിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ഇത് ഓരോ റീൽസ് കണ്ട് വെറുതെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കണ്ട് വെറുതെ തോണ്ടി കളയാതെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും. എന്തുകൊണ്ട് അവൾ മരിച്ചു, എന്താണ് അവൾക്ക് സംഭവിച്ചത്, നാളെ എനിക്കും ഇതൊക്കെ ആയിരിക്കും എന്ന് ചിന്തിക്കണം. ഇപ്പം ഈ പ്രവൃത്തികളാണ് ഇപ്പം ആ കുട്ടി ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയാണ് ഏറെക്കുറെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. റീച്ച് കിട്ടാനും കണ്ടൻറ് ഉണ്ടാക്കാനും വീഡിയോസ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യാനും അല്ല, ഈ ഞാൻ ഉൾപ്പെടെ. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ റീൽസിൻ്റെ പിറകെയാണ്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന എല്ലാവരും. അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട, പെൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നാളെ എൻ്റെ അവസ്ഥ ഇതുപോലെ പോയ എൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി നിൽക്കുക. അതേ പറയാനുള്ളൂ. പിന്നെ പയ്യന്മാരുടെ പണ്ടുള്ളവർ പറയാം, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു നിലയിൽ വീണാലും മുള്ളിലാണ് കേട് മുനൊടിഞ്ഞു പോകുമെന്നൊക്കെ പറയും തമാശയ്ക്കൊക്കെ. പക്ഷേ അത് ഏറ്റവും പറയുന്നത് പെൺകുട്ടികളുടെ പറയുന്നത്, നിങ്ങൾക്കാണ് ദോഷം, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന ആൺകുട്ടികൾക്കാണ്. ഇപ്പം തന്നെ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഏത് പ്രശ്നം എടുത്താലും, ഇപ്പോൾ കഷായം ഗ്രീഷ്മ അല്ലെങ്കിൽ ഏതെടുത്താലും പെൺകുട്ടികൾ സേഫാണ് എല്ലാം കൊണ്ടും. പറഞ്ഞാൽ ഒരു കേസിൽ ഇപ്പോൾ മയക്കുമരുന്ന് കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ കൂട്ടത്തിൽ പെൺകുട്ടിയുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ മുഖം കാണിക്കില്ല. അവർക്ക് കല്യാണം കഴിച്ച് ജീവിച്ച് അവർക്ക് അങ്ങനെ ആൺകുട്ടികളെ പേര്, ഡീറ്റെയിൽസ്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, കുടുംബ പേര്, നാട്ടുകാരുടെ പേര്, എല്ലാവരുടെ പേര്, അവൻ്റെ ഫോട്ടോ എല്ലാം തെളിച്ചങ്ങ് വിടും. അതെല്ലാ ന്യൂസ് ചാനലായാലും സോഷ്യൽ മീഡിയ ആയാലും എല്ലാവർക്കും അതിനൊരു ഇതുമില്ല. പെൺകുട്ടികളെ എന്തിനു പിടിച്ചാലും മുഖം മറച്ചിട്ടുള്ള പരിപാടിയുള്ളൂ. അതുകൊണ്ട് പെൺകുട്ടികളെല്ലാം കൊണ്ട് സേഫാണ്. എന്ത് ചെയ്താലും അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞൊരു കേസ് വന്നാലും അവരതിൽ നിന്നെല്ലാം അവരെ ഒഴിവാക്കിയിട്ടുള്ള കേസേ ഉള്ളൂ. ഈ പിടിക്കപ്പെടുന്ന എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൽ ഏറ്റവും കൂടുതൽ വഴിയെ പോയ പയ്യനായിരിക്കും, അല്ലെങ്കിൽ ഒരു പയ്യൻ്റെ സൈഡ് എവെങ്കിലും നിഴൽ കണ്ടു കഴിഞ്ഞാൽ അവനായിരിക്കും അതിൽ കുറ്റക്കാരൻ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കുഴികളിൽ പോയി ചാടതൊക്കെ വൻ ട്രാപ്പാണ് അവസാനം. അതിപ്പം അവൾ മരിച്ചില്ലായിരുന്നെങ്കിലും നാളെ ഒരു സമയം ഇതാവും, പ്രശ്നമാവും. അവളിപ്പോൾ കേസ് കൊടുക്കുക, അവൾ പറയാണ് എനിക്ക് ഇത്ര തന്നില്ല ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? എന്ത് വിറ്റിട്ടാലും അവന് കൊടുത്തല്ലേ വെക്കുള്ളൂ. കൊടുത്തല്ലേ ഇപ്പോൾ കേസിലായാണെങ്കിൽ അവൻ കേസിലാവും. വീട്ടുകാർ പറയും, എടി നിന്നെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ്, ഇപ്പോൾ ചെയ്തില്ലേ, അപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നീ കേസ് കൊടു, അവൻ്റെ ഇത്ര ലക്ഷം രൂപ നമുക്ക് മേടിക്കാം, ആ സാമ്പത്തികമുള്ള വീട്ടിലാണെങ്കിൽ. നടക്കുന്ന കാര്യമാണ്, ഒരുപാട് നടക്കുന്നുമുണ്ട്. ഇതൊന്നും പുറത്തറിയുന്നില്ലെന്നേ ഉള്ളൂ ആരും. പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പൈസ പോയി? പയ്യന്മാരെ പൈസ. അതുകൊണ്ട് പയ്യന്മാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ള. ഇപ്പോൾ ഒരുപാട് പയ്യന്മാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും കാരണം തിരക്കി ആരും പോകുന്നില്ല. അവർ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു? ഇപ്പോൾ ലെറ്റർ എഴുതി വെച്ചിട്ട് മരിച്ചവരുടെ കാര്യം വരെ എനിക്കറിയാം. പെൺകുട്ടിയുടെ പേരെഴുതി വെച്ച്, അല്ലെ ഇവൾ കാരണമാണ് ഞാൻ മരിക്കുന്നതെന്ന് എഴുതി വെച്ചിട്ട് മരിച്ചാൽ പോലും അവൾക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കൊച്ചു ചിലപ്പോൾ അവൾക്ക് 18 വയസ്സിന് താഴെയായി കാണുള്ളൂ. ചിലപ്പോൾ അത് പെൺകുട്ടി നല്ല മാർക്കുള്ള പെൺകുട്ടിയായിരിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അവളൊന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇതേ സമയം നേരെ തിരിച്ചത് ഒരു ആൺകുട്ടിയുടെ പേരെഴുതി വെച്ച് പെൺകുട്ടി മരിച്ചു കഴിഞ്ഞാൽ അവൻ തൂങ്ങി ഊപ്പാട് വരും. പിന്നെ അവന് നാട്ടിലിറങ്ങി ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അവൻ പിന്നെ തൂങ്ങിച്ചെത്താലും അതാരും ചോദിക്കൂല. അവൻ വൃത്തികെട്ടവനാണോ, അല്ലെ അവൻ അങ്ങനെ എത്തിട്ട് അവൻ മരിച്ചാനെന്നല്ല, അവൻ ചാവട്ട് പോയി തൊലയിട്ടെന്ന് പറയും. മനസ്സിലായോ? അപ്പം അതൊക്കെ മനസ്സിലാക്കി നിൽക്കുക. പയ്യന്മാരുടെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ പയ്യന്മാർക്ക് ആരുമില്ല. എല്ലാം കൊണ്ടും പയ്യന്മാർക്കാണ് പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പോലും ആരും കാണില്ല. എനിക്ക് പല കാര്യത്തിലും വിഷമമെന്ന് പറഞ്ഞാൽ കമൻറ്റ് ബോക്സിലൊക്കെ എല്ലാ അവളെ വീഡിയോസിലെ ബാക്കി ഒരുവിധപ്പെട്ട എന്ത് കാര്യത്തിൽ നോക്കിയാലും പെൺകുട്ടിയുടെ സൈഡ് ഇരിക്കാനേ ആളുള്ളൂ. അത് ആ ചെക്കൻ്റെ സൈഡോ അല്ലെ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാനോ അല്ലെ അതിനൊന്നും അവൾ ചെയ്ത എല്ലാം ശരിയാണ്. ഈ മോശപ്പെട്ട കണ്ടൻറ്റുകളായാലും എന്ത് സംഭവം ഇട്ടതായാലും അതിലൊന്നും ആർക്കും ഒരു ഇതുമില്ല. അവൻ ചെയ്തതാണ് ഇപ്പോൾ തെറ്റ്. അവൻ കാരണമാണ് കുട്ടി മരിച്ചത്. ഇത്രയും നാൾ വീട്ടുകാർ എല്ലാവരും ഉറങ്ങിപ്പോയി. ആർക്കും ഇത്രയും നാളൊന്നും പറയേണ്ടിരുന്നു ഇതൊന്നും കണ്ടിട്ട്. ഈ പോക്കിങ്ങനെ പോയിട്ട് ഒന്നും ആർക്കും ഒന്നും പറയണ്ട. ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞപ്പം അവസാനം കുറ്റം മൊത്തം അവന്. ഇതൊക്കെ നോക്കിയും കണ്ട് നിന്ന അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ കുറച്ച് ആൺപിള്ളേരെയും പെൺകുട്ടികളെയൊക്കെ രക്ഷിക്കാം. അല്ലാതെ ഇതുപോലെ അഴിച്ചു വിട്ട് പൈസയ്ക്ക് വേണ്ടി നോക്കിയിരിക്കാനാണെങ്കിൽ ചിലപ്പോൾ മരിക്കും, ചിലപ്പോൾ വേറെ പലതും സംഭവിക്കും. അതൊക്കെ നാട്ടുകടപ്പ് തന്നെ. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല.